ഹലോ, വെൽക്കം ബാക്ക് ടു AB വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചി മൊത്തത്തിൽ ഒന്ന് ഒരു റൗണ്ട് അടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് ചെറിയ നമ്മളെപ്പോഴും പോകാറുള്ള ചെറിയ സ്പോട്ടുകളാണ്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു റോഡ് വഴി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ്, ഫോർട്ട് കൊച്ചി പ്രൈവറ്റ് സ്റ്റാൻഡാണ്. അപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോഴത്തേനും റോറോ ആണ് ജങ്കാറ്, ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേനും ബീച്ചാണ്. അപ്പോൾ പോകുന്ന സൈഡിൽ തന്നെ നമുക്ക് രണ്ട് വശത്തും ചെറിയ കടകൾ മീൻസ് ഇങ്ങനെ ഫുട്പാത്തിൽ സെയിൽ ചെയ്യുന്ന കുറേ ഷോപ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ പുതിയ വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നേരെ പോയാൽ നമുക്ക് ബീച്ചാണ്. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്ത് പോവാണ്, കാരണം റോഡ് വഴിയാണ് നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്കാണ്, ഫോർട്ട് കൊച്ചിയിലെ പാർക്ക്. വലിയ പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. പക്ഷേ സാറ്റർഡേ സൺഡേ വരുവാണെങ്കിൽ നമുക്ക് അടച്ചിട്ടതാണെങ്കിലും വേലിയൊക്കെ പൊളിച്ച ആൾക്കാർ അതിനകത്തോട്ട് കയറി പിള്ളേരൊക്കെ കളിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് പൊതുവായിട്ട് അത് തുറന്ന് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും കയറി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻസസ് സ്ട്രീറ്റാണ് ഇത്. നമ്മുടെ ഒരുപാട് സിനിമ പാട്ടുകളിലും അല്ലെങ്കിൽ ഫൈറ്റ് സീനും ഓടുന്ന സീനൊക്കെ ഒത്തിരി സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സാധാരണ നമ്മളെ പോലത്തെ വ്ളോഗർമാർ വെഡ്ഡിങ് ഷൂട്ട് അതൊക്കെ നടത്തുന്ന ഒരു സ്ട്രീറ്റാണിത്. ഇത് വന്നിട്ട് ഇതും ഒരുവിധം ഇതിന് ചുറ്റുമുള്ള എല്ലാ ഒരു സ്ട്രീറ്റുകളും അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എല്ലാവരും നോക്കി കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ഇച്ചിരി കുറവാണ്. ഒരു നവംബർ ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലാണെങ്കിൽ ഒത്തിരി ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കൊച്ചി. പിന്നെ കൊച്ചി നമ്മൾ എത്ര കണ്ടാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഴ്ചയിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഉണ്ട്, കാരണം എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. അപ്പോൾ ഒരു 5 പ്രാവശ്യമെങ്കിലും, എന്നാലും എനിക്കൊരു ഫസ്റ്റ് വരുന്ന ആ ഒരു ഫീലാണ്. അതെന്ന് വെച്ചാൽ എത്ര കണ്ടാലും നമുക്ക് വീണ്ടും പുതിയതായിട്ട് എന്തോ കാണുന്ന ഒരു ഫീലാണ് നമ്മൾ കൊച്ചിയിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഷൂട്ടിംഗ്, ഇങ്ങനെ വ്ളോഗർമാരും അല്ലാണ്ടുള്ള ഷൂട്ടിങ്ങിന് വേണ്ടി വരുന്നവരും ഇതിപ്പോൾ തന്നെ കുറേ പിള്ളേർ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അതിനേക്കാളും വ്യത്യാസമുണ്ട്. പിന്നെ ഒന്നാമത്തത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു ഭംഗി എല്ലാത്തിനും അറിയാൻ പറ്റത്തില്ല. ചില വീഡിയോസിന് നമ്മൾ നേരിട്ട് കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഭംഗിയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചി. പിന്നെ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ റൈറ്റിലോട്ട് എടുത്ത് തിരിയുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വഴി കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതും ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീടും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു സ്ട്രീറ്റിലാണ് പോകുന്നത്. അതും ഇതുപോലെ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലേസാണ്, അടിപൊളി സ്ഥലമാണ്. ഇതങ്ങനെ പോകും, നീണ്ടു നിവർന്ന് കിടക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ വ്യാഴാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരുപാട് വണ്ടികളും അല്ലെങ്കിൽ ഇങ്ങനെ പിള്ളേർ സെറ്റും ഫാമിലിയും എല്ലാവരും ഇങ്ങനെ റോഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര സ്മൂത്തായിട്ട് വീഡിയോ എടുക്കാനും പറ്റാറില്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും പിള്ളേർക്ക് സ്കൂളൊക്കെ തുറന്നേക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ നമ്മൾ ഈ നേരിട്ട് കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ യേശുദാസ് സാറിൻ്റെ വീടാണ്. നമ്മുടെ ഗായകൻ യേശുദാസ് സാറിൻ്റെ വീടാണ്. ആ ഓയോന്ന് എഴുതിയേക്കുന്നത്. അതിപ്പോൾ അദ്ദേഹം അതിവിടെ താമസിക്കുന്നില്ല. അവിടെ നമുക്ക് ചെറിയൊരു ഷോപ്പും അല്ലെങ്കിൽ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നതാണ് നമ്മുടെ സ്വന്തം ബിലാലിക്കാൻ്റെ വീടാണ്. ബിഗ് ബിയിൽ മാത്രമല്ല ഒരുപാട് സിനിമകളിലുള്ള വീടാണ് ഈ കാണുന്ന വീട്. ഇതിപ്പോൾ അവരുടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കുവാണ്. പക്ഷേ ഇതും ഹോം സ്റ്റേ ആണ്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളും ഹോം സ്റ്റേ ആണ്. ചുറ്റുമുള്ളതും ഹോം സ്റ്റേ ആണ് നമുക്ക് താമസിക്കാൻ ടൂറിസ്റ്റുകൾക്കൊക്കെ. ഈ കാണുന്ന വഴിയിലാണ് നമ്മുടെ RDXലെ നീല നിലവേ ആ പാട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയ ആണ് കേട്ടോ.
അതങ്ങനെ നീണ്ടങ്ങ് കിടക്കും. അപ്പോൾ ആ പൂ വീഴുന്ന മരമൊക്കെ അത് ശരിക്കും അത് അവിടെ ഉള്ള മരമാണ്, ആ മരത്തിലുള്ള പൂവാണ്, അതിനകത്തുള്ള പൂവാണ് കേട്ടോ. ആ സമയത്ത് അതിനകത്ത് പൂവ് ഉണ്ടായിരുന്നതെന്നറിയില്ല, പക്ഷേ അതിനകത്തുനിന്ന് ആ സെയിം പൂവ് വീഴാറുണ്ട്. പിന്നെ ഇങ്ങനെ ഫോറിനേഴ്സിനുള്ള ഏരിയ ആണ്, കാരണം ഒത്തിരി ഷോപ്സാണ് ഇങ്ങനത്തെ ഈ കോട്ടൻ്റെ ഡ്രസ്സ്, ഹാൻഡ്ലൂം ഡ്രസ്സുകളൊക്കെ. പിന്നെ ഈ കാണുന്ന ചർച്ച് നമ്മുടെ വാസ്കോ ഡ ഗാമ അടക്കം ചെയ്തേക്കുന്ന ഒരു ചർച്ചായിരുന്നു. ഇപ്പോൾ ആ ഒരു ഇതില്ല, കാരണം അത് അവരുടെ നാട്ടുകാർ എന്നുവെച്ചാൽ അവരുടെ രാജ്യക്കാർ, വാസ്കോ ഡ ഗാമയുടെ രാജ്യക്കാർ വന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നേരെ പിന്നെ നമ്മൾ പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിലെ ഏത് വഴി കയറിയാലും ബീച്ചാണ്, കാരണം അപ്പുറത്തോട്ട് പിന്നെ ബീച്ചാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ നേരെ തിരിയുമ്പോഴത്തേനും ബീച്ചിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നാണ് നമ്മുടെ പഴച്ചാർ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. അത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ പഴച്ചാറ്. അതിൻ്റെ തൊട്ട് തന്നെയാണ് ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റാണ്, കോയിൻ കൊടുക്കണം. പിന്നെ അങ്ങ് നേരെ പോയി. പിന്നെ എന്താ പോകുന്ന വഴിക്ക് നമ്മളൊരു പട്ടീനെ കണ്ടു കേട്ടോ. ആ പട്ടിക്ക് 3 കാലേ ഉള്ളൂ, ഒരു കാലില്ല പാവം. ഓക്കെ, കണ്ട. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ നമ്മൾ ബീച്ചിലോട്ട് കയറുവാണ്. ബീച്ചിലോട്ട് ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ബീച്ചിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഒത്തിരി വഴികളുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും പോയി ഇരിക്കാറുള്ള സ്പോട്ടാണിത്. ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, പിന്നെ ഫിഷ് സ്പാ ഉണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ അവിടെ ഒരു ആലിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കാറാണ് പതിവ്. ഇന്ന് നമ്മൾ ഇരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരുന്നുള്ളൂ. പിന്നെ കടലാണെങ്കിൽ കുറച്ച് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം മഴയൊക്കെ ആയതുകൊണ്ടും കടലിൽ വെള്ളത്തിന് ഇച്ചിരി കട്ടി കൂടുതലാണ്, ഒരു ഇച്ചിരി വലിയ തിരമാലകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇറങ്ങുന്നൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു മാത്രം. പിന്നെ നമ്മുടെ ഫോട്ടോച്ചിയിൽ എല്ലാവരും പറയുന്നു ഭയങ്കരമായിട്ട് പാമ്പിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇത്രയും നാളായിട്ട് ഒരു പാമ്പിനെ പോലും കണ്ടിട്ടില്ല, പക്ഷേ അങ്ങനെ കാണാറുണ്ട് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ തൊട്ടപ്പുറത്തും ഒരു ബീച്ചുണ്ട്. ഒരു ബീച്ച് പറഞ്ഞാൽ ഈ സെയിം ബീച്ച് തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗം അപ്പുറത്തും ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ഭീഷ്മപർവ്വത്തിലെ അവരുടെ ഒരു പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണിത്, അവരുടെ ഹോട്ടൽ റൂമൊക്കെ ആയിട്ട് ഉള്ള. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഡച്ച് സെമിത്തേരി വരുന്നത്. അതിലും ആ പാട്ട് സീനിൽ അവർ ആ ഒരു ഈ സെമിത്തേരിയിൽ പോയിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ആ ഡച്ച് സെമിത്തേരിയാണിത്. ഇത് അതിൽ മാത്രമല്ല കേട്ടോ. പിന്നെ വന്നിട്ട് എസ്ര സിനിമയിൽ ആ ഒരു ഡച്ചുകാരനെ അവർ കുഴിച്ചിടുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സെമിത്തേരിയാണ്. അപ്പോൾ ഇത് 1774 ഉള്ള ഒരു സെമിത്തേരി, അത്രയും പഴക്കമുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പഴയ ബിൽഡിങ്ങുകൾ, പള്ളികൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇത് ലോക്കാണ്, ആക്ച്വലി ഇതിൻ്റെ ഗേറ്റ് ലോക്കാണ്. അപ്പോൾ അവരുടെ പെർമിഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ഷൂട്ടിങ്ങുകാർക്ക് മാത്രമേ ഇപ്പോൾ തുറന്നു കൊടുക്കാറുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലോക്കാണ്. പിന്നെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അവരിടയ്ക്ക് വന്ന് വൃത്തിയാക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അവിടെ നിന്ന് നമ്മളങ്ങനെ ബീച്ചിലോട്ട് കയറി. നമ്മൾ ഇറങ്ങിയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് അങ്ങ് വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ചോളമൊക്കെ കിട്ടും കേട്ടോ. ചോളം ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ. ചില ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേനും പിന്നെ കഴിക്കാൻ വേണ്ടി തോന്നുന്നൊരു ഇത് വരും കേട്ടോ. അപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ വന്നിരിക്കാറ്. പിന്നെ വലിയ തിരമാലയാണ്, അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ ഇറങ്ങാറില്ല കടലിലോട്ട് കളിക്കാനൊന്നും. എപ്പോഴും പോലീസുകാരും എല്ലാവരും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടാ പോണേ, ബീച്ചിലോട്ട് തന്നെയാണ് കേട്ടോ. വേറെ 1-2 സാധനങ്ങളും കൂടെ കാണിച്ചു തരാം. ഇത് നമ്മൾ വന്ന വഴി തന്നെയാണ്. വന്ന വഴി റിട്ടേൺ യൂട്ടേൺ എടുത്ത് നമ്മൾ വന്ന വഴി തന്നെയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ പരേഡ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ന്യൂ ഇയറിന് പപ്പാനീനെയൊക്കെ കത്തിക്കുന്ന ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിലാണ് പപ്പാനീൻ ഉണ്ടാക്കുന്നതും കത്തിക്കുന്നതും. ഇതാണ് നേരത്തെ പറഞ്ഞ ചർച്ച്, നമ്മുടെ ബിഗ് ബിയിലെ വീട്.
അങ്ങനെ പോയി. പിന്നെ സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. ബാർഗിൻ ചെയ്തൊക്കെ മേടിക്കണം. പിന്നെ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു കൗതുകം കൊണ്ട് വാങ്ങിക്കുന്നത് മാത്രം. ഓക്കെ, പിന്നെ ഈ കാണുന്നത് ഒരു പഴയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണ്. പഴയതെന്ന് വെച്ചാൽ ഒത്തിരി പഴക്കമുള്ള കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പിയൊന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ പുതിയത് കെട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടി വെച്ച് എന്നാലും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാ ചെറിയ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അത് എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട്. പിന്നെ കുറേ ചീനവലകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കണമെങ്കിൽ നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കടലിപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കായലായിട്ടുണ്ട്. തിരമാലയൊക്കെ കുറവാണ്. പിന്നെ നമുക്കിങ്ങനെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാം. ഫോട്ടോച്ചിയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര വലിയ മരങ്ങളാണ്. അപ്പോൾ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാനുള്ള ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഫോട്ടോ വെച്ച് നമ്മുടെ ഒരു ഫിഷിൻ്റെയൊക്കെ ആ ഒരു ഏരിയ ആണിത്. ചെറിയ കടകൾ, പിന്നെ കുറേ കടകളുണ്ട് കേട്ടോ. അതിപ്പോൾ പ്രത്യേകം പറയാനില്ല, കുറേ കടകളുണ്ട്. പിന്നെ ഒരു ന്യൂ ഇയറിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഈ മരങ്ങളെല്ലാം അലങ്കരിച്ചേക്കുമായിരിക്കും. പിന്നെ ഇവിടെ ഫുള്ള് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 7-8 മണിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഷ് മീനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വലയിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മീൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് തരുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ട് കേട്ടോ തൊട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഇത് നമ്മുടെ മംഗ്ലീഷിൽ മദാമ വന്ന് താമസിക്കുന്ന അവരുടെ വീടാണിത്. അത് നമ്മുടെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബീച്ചിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് ആ റോഡ് സൈഡിൽ തന്നെയാണ് ആ വീടും വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ കയറും. പിന്നെ നമ്മൾ ബർഗർ സ്ട്രീറ്റിലോട്ട് തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു. തൊട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വേലിയാണ് പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ഇച്ചിരി അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ആ വേലി പൊളിച്ച ആൾക്കാർ ഫുള്ളും അതിനകത്തായിരുന്നു. ഒന്നാമത് വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. പിന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് റെൻ്റ് സൈക്കിള്, സ്കൂട്ടർ ഇതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. പിന്നെ നമ്മൾ ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡാണ്. നമ്മളിപ്പോൾ റൈറ്റിലോട്ട് പോവാണ്. ഇതും ഒരു ബർഗർ സ്ട്രീറ്റാണ്. ഇതും നമ്മൾ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് കൂടുതലും എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത് നമുക്ക് പെയിൻറ്റിങ്സാണ്. എല്ലാം അതിലും ഭയങ്കര വ്യത്യസ്തമായ പെയിൻറ്റിങ്സാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഷോപ്പുകളിലാണെങ്കിലും കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമുക്ക് ചെന്ന് അഫോർഡ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. കാരണം ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ അത് അത്രയും റേറ്റിലും ഒക്കെ ഇട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നേരെ അങ്ങ് പോവും. നേരെ അങ്ങോട്ട് ഇറങ്ങുന്നതും ഒരു റോഡിലോട്ടാണ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി ചെടികൾ, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ വേറെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം അത്രയും ചെടികൾ, നല്ല ഭംഗിയാണ് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി സെൻറ്റ് മേരീസ് സ്കൂളാണ് കേട്ടോ, ചെറിയ കുട്ടികളുടെ സ്കൂളാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ലെഫ്റ്റിലോട്ട് തന്നെയാണ് നേരെ പോകുന്നത് മെയിൻ റോഡിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും, ഓട്ടോ കിട്ടും. അപ്പോൾ ആ റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ ഒരു ചർച്ച് ഉണ്ട്. അതും ഒത്തിരി പഴയ ചർച്ചാണ് കേട്ടോ. ഒത്തിരി പഴയ ചർച്ചാണ്, വലിയൊരു ചർച്ചാണ്. സാന്താക്രൂസ് അതാണ് ചർച്ചിൻ്റെ പേര്. ഓക്കെ, ഇതാണ് മെയിൻ റോഡ്. ഇതിൽ നമുക്ക് ഓട്ടോയും കിട്ടും, ബസ്സും കിട്ടും. നേരെ പോയാലും നമുക്ക് നമ്മുടെ ഒരു വീടിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. സൈഡിലൂടെ പോയാലും എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വഴി തെറ്റാനൊക്കെ ഉള്ളൊരു ചാൻസസ് കൂടുതലാണ്. എല്ലാം ചെറിയ വഴികളും സെയിം വഴികളുമായിട്ട് തോന്നും ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഇതിലേതെങ്കിലും സ്പോട്ട് സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ.